ഗം ഗണപതിയേ യാ ദേവി സർവഭൂതേഷു ശാന്തിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്നതാണല്ലോ. അതായത് ഭഗവാൻ കൃഷ്ണൻ എന്താണ്, ഭാരതത്തിൻ്റെ സമ്പൂർണ്ണ ദൈവം എന്ന് പറയുന്നത് കൃഷ്ണനാണ്. മറ്റ് ദൈവങ്ങൾക്കില്ലാത്ത പ്രാധാന്യം ശ്രീകൃഷ്ണനുണ്ട് എന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ്. കൃഷ്ണൻ്റെ കൃഷ്ണ പക്ഷാഷ്ടമി, രോഹിണി ഒക്കെ ചേർന്ന സമയത്ത് വിഷ്ണുവിൻ്റെ 9ാമത്തെ അവതാരം അതാണ് കൃഷ്ണൻ. പൂർണ്ണാവതാരം എന്ന് പറയുന്നതിന് പ്രത്യേക കാരണമുണ്ട്. പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗയുഗേ എന്നാണ് ഭഗവത്ഗീത കൃഷ്ണൻ്റെ അവതാരത്തെ വർണ്ണിച്ചിട്ടുള്ളത്. അതാണ് പോലും സമ്പൂർണമായ അവതാരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നു ഗീത. എന്താണ്? സാധുജന പരിപാലനം, ദുഷ്ടന്മാരെ നിഗ്രഹിക്കുക, ഇതൊക്കെ ഒരു സമ്പൂർണ്ണ ദൈവത്തിൻ്റെ സ്വഭാവമായിട്ടാണ് പറയുന്നത്. മറ്റ് ഉള്ളവർക്കില്ലാത്ത ഈ 3 ഗുണങ്ങൾ, ഒപ്പം ദുഷ്ടനിഗ്രഹം, അങ്ങനെ 3 ഗുണങ്ങൾ, ഇത് 3ആണ് ഒരു യഥാർത്ഥ അവതാരത്തിന് വേണ്ടത്. അപ്പോൾ ശ്രീരാമൻ രാവണനെ വധിച്ചു. അങ്ങനെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഓരോന്നും മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ 3 ഗുണങ്ങളും പൂർണ്ണമായിട്ട് ഒത്തിണങ്ങിയത് ശ്രീകൃഷ്ണനിലാണെന്ന് പറയുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, ധർമ്മ സംസ്ഥാപനാർത്ഥായ. അതിങ്ങനെ ഇനിയും അങ്ങനെ സംഭവിക്കുമെന്നാണ് പറയുന്നത്. ഇനി വരാനുള്ള കൽക്കിയാണ്. അതിപ്പോൾ എന്താ ചെയ്യാന്നറിയില്ല. ഒരു കോള്. ഹലോ ഹലോ, എവിടുന്നാണ് വിളിക്കുന്നത്? ഇരിട്ടി. പറഞ്ഞോളൂ, ഡേറ്റ് പറയൂ. 17/2003. 90 എത്ര? ഡേറ്റ് പറയൂ. 18/7/2003. സമയം ഉച്ചക്ക് 12:35 ഉച്ചക്ക്. പന്ത്രണ്ട് 35. ആരുടെ? ആണിൻ്റെയോ പെണ്ണിൻ്റെയോ എന്ന് പറയൂ. പെണ്ണിൻ്റെ. 18/7/2003 അല്ലേ? നക്ഷത്രം പൂരിട്ടാതി. നിങ്ങളുടെ മകളാണോ? അതെ. എന്താണ് മകളെ കുറിച്ച് അറിയേണ്ട വിഷയം പറയൂ. ജോലി, വിവാഹം, പിന്നെ ആരോഗ്യപരമായിട്ട് മോശമാണോ? എല്ലാം
ശനിദശ കഴിഞ്ഞാലേ എല്ലാം നല്ല കാലം വരുള്ളൂ. ശനി എല്ലാ ഭാഗ്യത്തെയും നശിപ്പിക്കുന്ന ശനിയാണ്. അത് പൂർണ്ണമായിട്ടും തീരാൻ 2029 വരണം. പിന്നെ ഇപ്പോൾ ഉള്ള രാഹുവിൻ്റെ അപഹാരം 11 മാസം വരെ, 1 വർഷവും 2 മാസം കൂടിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ കൂടുതൽ പ്രയാസങ്ങളുണ്ടാവും. ഇത് കഴിഞ്ഞാലേ വ്യാഴാപഹാരം വരുമ്പോൾ കുറേ മാറ്റം വരും. പക്ഷെ പൂർണ്ണമായിട്ടും ഒരു തെളിച്ചത്തിലേക്ക് വരണമെങ്കിൽ ഈ ശനിദശ കഴിയുക തന്നെ വേണം. ഈ ശനിദശ അച്ഛനും മോശമാണ്. അപ്പോൾ അത് അച്ഛൻ്റെ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കാൻ പറയണം. അപ്പോൾ അത് ഈ പറഞ്ഞ പീരീഡ്, ഇപ്പോൾ ഉള്ള പീരീഡാണ് ഏറ്റവും മോശം. അതാണ് കഴിഞ്ഞ 1.5 വർഷമായിട്ട് അത് എല്ലാ കാര്യത്തിലും അത് പ്രതിഫലിക്കും. അതാണ് നിങ്ങൾ ആരോഗ്യ വിഷയത്തിലൊക്കെ പറയുന്നതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെ നല്ല കാര്യങ്ങളൊന്നും നടന്നു കിട്ടാനും വലിയ പാടാണ്. സർപ്പദശ, സർപ്പത്തിൻ്റെ അപഹാരം ശനിദശയിൽ വരിക എന്ന് പറഞ്ഞാൽ വളരെ മോശമായ ഫലമാണ് പറയുന്നത്. ഇനി 1 വർഷമേ ഉള്ളൂ. അതിന് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്യുക. ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ ശനിക്കും നാഗദോഷത്തിനു വേണ്ടി പെർളശ്ശേരിയിലും ചെയ്യുക. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ കുറേയെല്ലാം ശമനമുണ്ടാവും. പിന്നെ മറ്റ് പരിഹാരങ്ങളെന്തെങ്കിലും കൂടുതലായിട്ട് വേണമെങ്കിൽ എന്നെ ബന്ധപ്പെടാം. പറഞ്ഞ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ. എങ്ങനെ അവിടെ വലിയ സർപ്പബലി, ശബരിവാര സർപ്പബലി എന്ന് പറയും. അത് പോയി ചെയ്യുക. ഇരിട്ടിയിൽ എവിടെയാണ് നിങ്ങളുടെ വീട്? വിളക്കോട്. അവിടെ ശാസ്താക്ഷേത്രം എവിടെയാ ഉള്ളത്? അതുപോലെ ഗണപതിക്കും ചെയ്യാം. ഗണപതി ക്ഷേത്രത്തിനും ശാസ്താവിൻ്റെ അമ്പലത്തിലൊക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ കൃഷ്ണൻ അങ്ങനെ ഓം ക്ലീം കൃഷ്ണായ നമ എന്ന് ജപിക്കേണ്ട ദിവസമാണിത്. ഓം നമോ നാരായണായ എന്നും അതും ജപിക്കാം. ഒപ്പം കൃഷ്ണന് എന്തെങ്കിലും കൊടുക്കുക. മുത്തപ്പന് കള്ളാണ് വേണ്ടതെങ്കിൽ കൃഷ്ണന് വേണ്ടത് പാൽപ്പായസമാണ്. ഓരോ ദേവതക്കും ഓരോ തരത്തിലുള്ള ഭക്ഷണ രീതികളാണ്. അപ്പോൾ അതുകൊണ്ട് കൃഷ്ണനെ സങ്കല്പിച്ചുകൊണ്ട്, ഒരു വിളക്കിലേക്ക് കൃഷ്ണനെ സങ്കല്പിച്ചുകൊണ്ട്, നല്ല ശുദ്ധമായ പൂജാമുറിയൊക്കെ ഉള്ളവർക്ക് അവിടെ പാൽപ്പായസം വെച്ച് കൊടുക്കാം. അത് നല്ലതാണ്, റിസൾട്ട് കാണും. കാരണം ഈ പെട്ടെന്ന് പ്രസാദിക്കുന്ന മൂർത്തിയായിട്ടാണ്, ദേവതയാണത്. ഭയങ്കരമായിട്ട് അതിന് ഒന്നും നമുക്ക് അങ്ങോട്ട് പറയാൻ, അതിനെപ്പറ്റി വിശദീകരിക്കാനൊന്നും പറ്റില്ല. അതൊക്കെ അനുഭവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം മാത്രമാണ്. ഇപ്പം ജൻസിയുടെ കാലം വന്നല്ലോ. ജൻസി പിള്ളേർ ചോദിക്കുന്ന പോലെ, ജൻസി പിള്ളേരെന്ന് പറയുന്നത് അവരാ, ജൻസി ചെറുപ്പക്കാർ ചോദിച്ച പോലെ കൃഷ്ണനെ എന്തിനാണ് കംസൻ ദേവകീനെയും വസുദേവരെയും ഒറ്റ മുറിയിൽ പൂട്ടിയത്? അതുകൊണ്ടല്ലേ ഇത്രയും വലിയ പ്രശ്നങ്ങൾ വന്നത് എന്ന് ചോദിക്കുന്ന പോലെ. അതൊന്നും കഥയിൽ ചോദ്യമില്ല. നമ്മൾ വിശ്വാസത്തോടു കൂടിയിട്ട്, ഞാനും അത് വായിച്ച് ചിരിച്ചു. അത് ചിരിക്കേണ്ട സന്ദർഭങ്ങൾ ഒരു സന്ദർഭവും നമ്മൾ വെറുതെ കളയരുതെന്നാണ്. അതായത് ജൻസി എന്ന് പറയുന്നത് ഞാനിപ്പോഴാണ് അറിയുന്നത്. അത് ഇങ്ങനെ 97 മുതൽ 2012 വരെയുള്ള കാലഘട്ടത്തിൽ, അല്ല 87 മുതൽ 2 വരെ, 2002 വരെയുള്ള കാലഘട്ടത്തിൽ ജനിച്ചവരാണ് ജൻസി. അവരാണിപ്പം സുപ്രീം കോടതിയൊക്കെ അടിച്ചു പൊളിച്ച് നേപ്പാളിൽ പ്രധാനമന്ത്രിനെയൊക്കെ ഓടിച്ചിട്ടടിച്ചു. പ്രസിഡൻറ്റിനെ എന്താ ചെയ്തതെന്ന് അറിയില്ല. ധനമന്ത്രി ഏതോ ഒരു മന്ത്രീനെ കത്തിക്കുകയും ചെയ്തു. സർവത്ര ജൻസിയാണ്. അതായത് 35 ഈ ആ പ്രായത്തിൽ കൂടിയ ആൾക്കാരെയൊന്നും അവിടെ സമരത്തിൽ പോലും അവർ അടുക്കാൻ പോലും വിട്ടില്ല.
നമ്മളെപ്പോലത്തെ ആൾക്കാരവിടെ പോയാൽ നമ്മളെ ആദ്യം തല്ലിക്കൊല്ലും, സമരത്തിന് പങ്കെടുക്കാൻ പോയി എന്ന് പറഞ്ഞാൽ. ആ പ്രായമുള്ളവരൊന്നും വേണ്ട അവർക്ക്. അപ്പം അതിന് ശേഷം വരുന്ന പുതിയ ഏതാണത് സാധനം എന്നറിയില്ല, അത് കുറച്ചൊക്കെ അടുപ്പമായിരിക്കും. അപ്പം അതുകൊണ്ട് അല്ല, ഞാൻ പറഞ്ഞ ഒന്ന് തെറ്റിപ്പോയി, 2012 വരെയുള്ള തലമുറ. അപ്പോൾ 12-ന് ശേഷം വേറെയും ഇപ്പം 13 വയസ്സുള്ള കുട്ടികളുടെ വേറൊരു അത് പൊന്തി വരാനുണ്ട്. അത് AI-ൻ്റെ അകത്ത് മുങ്ങിക്കുളിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവർ ഏത് തരത്തിലാണ്, അതിലൊരു കുട്ടിയാണ് ഇന്നലെ മറ്റേ വിദ്യാഭ്യാസ മന്ത്രിയെ ശ്ലാഘിച്ച കുട്ടി, എൻ്റെ നാട്ടുകാരൻ, വലിയ മാടാവ് സ്കൂളിലെ. അതായത് ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്ന് ഒരു 5 കാര്യം പറഞ്ഞു അവൻ. ആ 5ാമത്തെ കാര്യമായിട്ട് അവൻ പറഞ്ഞത്, ആരാണോ മത്സരത്തിൽ ജയിക്കുന്നവർ അവർ തോറ്റവരെ കളിയാക്കരുത്. അത് സത്യമാണത്. അതൊരു 3-ാം ക്ലാസ് കുട്ടി പറഞ്ഞതാണ് അതിൻ്റെ പ്രസക്തി. ജയിച്ചവർ തോറ്റവരെ കളിയാക്കിക്കൊണ്ടേ ഇരിക്കുന്ന കാലമാണല്ലോ. അതിനെക്കൊണ്ട് അത് ചെയ്യരുതെന്നാണ് അവൻ പറഞ്ഞത്. ഒരു കോളുണ്ട്. ഹലോ. ഹലോ. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? തലശ്ശേരി. തലശ്ശേരി, പറയൂ. 8/5/1985 മെയ് 8. പകൽ 12:50. സമയം 12:50. പകൽ 12:50. ആ, ശരി. ജോലിക്കാര്യത്തിൻ്റെ ആയിരുന്നു. നിങ്ങൾ തന്നെയാണോ? അതെ അതെ. തിരുവോണം നക്ഷത്രം? അല്ല, തിരുവോണമല്ല. 8/5/1985 ഓ, മെയ് 8. മൂലം? ആ, പകൽ 12:50. ശരി. ജോലിന്റെ കാര്യം, വിദേശത്തുനിന്ന് പോകാൻ ചാൻസ്, അതിന്റെ ഒരു നടക്കുമെന്ന് നോക്കണ്ടിട്ടായിരുന്നു. ഇപ്പം ചൊവ്വാദശയാണ് നടക്കുന്നത്. ചൊവ്വ മോശമല്ല, യോഗകാരകനാണ്, നല്ല ചൊവ്വയാണ്. ഇപ്പം നടക്കുന്നത് ബുധൻ്റെ അപഹാരമാണ്. പക്ഷേ ഒരു ഇതാണ്, നിങ്ങൾക്കൊരു മനോബലക്കുറവാണ്. അതൊരു വലിയൊരു ഇഷ്യൂ ആണ് നിങ്ങൾക്ക്. എന്ത് കാര്യത്തിനും ഒരു ധൈര്യമില്ലായ്മ നിങ്ങളെ വല്ലാതെ അലട്ടുന്നു. അത് വലിയൊരു വിഷയം തന്നെയാണല്ലോ. എപ്പോഴും നമുക്കിങ്ങനെ ഒരു ഇതുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒന്നാമത് വ്യാഴവും നീചത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാരണം കൊണ്ട് നിങ്ങൾക്കിങ്ങനെ ഒരു ശക്തി ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഇതിനു മുമ്പേ അവസരം വന്നപ്പോഴും നിങ്ങൾ അവസാന നിമിഷം കാലുമാറും. പോയിട്ടില്ല. അതാണ് അതിൻ്റെ. ഇപ്പം ഇങ്ങനെ പോകണമെന്നുണ്ട്, ആഗ്രഹമുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അത് നടക്കുമോന്ന് വിചാരിച്ചാൽ നടക്കും. പക്ഷെ എങ്കിലും 10-ൽ സൂര്യനൊക്കെ നിൽക്കുന്നവൻ്റെ ജാതകമാണ്. നല്ല ജോലിയൊക്കെ ശരിയാവണമെന്നൊക്കെ വിധിയുണ്ട്. അങ്ങനെയുണ്ടോ? ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു മനുഷ്യർക്ക് പലപ്പോഴും ഈ പറയുന്ന ആത്മവിശ്വാസം വലിയ ഘടകമല്ലേ? അത് ഘടകം തന്നെയാ. അത് ജോലിന്റെ പ്രശ്നം കൊണ്ട് അതുകൊണ്ടല്ല മനസ്സിലൊരു ടെൻഷൻ. അതെ. അപ്പോൾ അത് നോക്കൂ, ഇനി അതിന് മാറ്റം വരുത്താൻ വേണ്ടി നോക്കൂ നിങ്ങൾ തന്നെ. പിന്നെ പ്രാർത്ഥനാപൂർണമായ ജീവിതം നയിക്കുന്നത് നല്ലതാണ്. പിന്നെ ഭാഗ്യാധിപന് നീചാവസ്ഥയുണ്ട്, അതുകൊണ്ട് പുഷ്യരാഗരത്നം ധരിക്കുന്നത് നല്ലതാണ്. അങ്ങനെ പറഞ്ഞാൽ അതായത് ഒരു വ്യക്തിക്ക് അവൻ്റെ ഭാഗ്യാധിപൻ നീചത്തിലായാൽ ആ ഭാഗ്യം അടുത്തെത്തുമ്പം തട്ടിപ്പോകുമെന്നാണ്. അങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. അതിനാണ് ഈ പുഷ്യരാഗം വലിയ രൂപത്തിലുള്ള ഗുണം ചെയ്യുമെന്നാണ്. ഇതേപോലെ വലിയ പുഷ്യരാഗ കല്ലുകൾ ധരിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ അടുത്ത് ഉണ്ട്. അത് നിങ്ങളുടെ അടുത്ത് വന്നിരുന്നോ? ഓ ശരി. എത്ര കൊല്ലം മുമ്പെയാണ് വന്നത്? ഒരു 6 മാസം. ഒരു നവംബറിൽ അങ്ങനെ വന്നതാ. കഴിഞ്ഞ നവംബറിലോ? ഇത് വാങ്ങിച്ചിരുന്നോ? എന്റെ കൈ എന്നാന്നറിയില്ല, കയ്യിലെ ഈ വെള്ളിയിൽ കെട്ടിയ മോതിരമുണ്ട്. അത് ഞാൻ തന്നെയാണോ? എന്നാ പിന്നെ ഞാൻ പുഷ്യരാഗം തന്നെ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അതന്നെ, ഒരു നീലിയോ അല്ല ഒരു ചുവപ്പോ കല്ല് അങ്ങനെയാണ് കണ്ടത്. 2 കല്ലുണ്ട്. ഒരു മഞ്ഞക്കല്ലും അല്ലേ? മഞ്ഞക്കല്ലും. റെഡി. അത് തന്നെയാണ് ഈ പുഷ്യരാഗം.
അതെ അതെ ആ അതെ. ആ ആ അപ്പോൾ പിന്നെ ശരി. അതിനുശേഷം കുറച്ചൊരു വ്യത്യാസമെല്ലാം വന്നു അല്ലേ? ഇല്ല, എന്നോട് പറഞ്ഞ സമയം മോശം എന്നാ പറഞ്ഞത്. അതെ, ആ മോശം ഞാൻ പറഞ്ഞതിൻ്റെ ഇപ്പം തീരുവല്ലേ, ഈ സെപ്റ്റംബർ വരെയല്ലേ ഞാൻ പറഞ്ഞത്? എന്നോട് അന്നേരം പറഞ്ഞത് 11 മാസം ആ സെപ്റ്റംബർ വരെ. അതെ സെപ്റ്റംബർ. അപ്പോൾ പിന്നെ ഈ സെപ്റ്റംബർ കഴിഞ്ഞു, ഇനി ഇപ്പോൾ അതിനു വേണ്ടി ശ്രമിച്ചു നോക്കൂ നിങ്ങൾ. അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇനി വേണ്ടല്ലോ. അല്ല, ഈ സെപ്റ്റംബർ കഴിഞ്ഞാൽ ടൈം മാറുമോ? 5-ാം തീയതി പോലും മാറിയല്ലോ. മാറിയോ? മാറി. എന്നോട് ഞാൻ സെപ്റ്റംബർ വരെ പറഞ്ഞത്. സെപ്റ്റംബർ വരെ ഏറ്റവും മോശം എന്ന് പറഞ്ഞു. സെപ്റ്റംബർ വരെ. ചൊവ്വാദശയിൽ ശനിയുടെ അപഹാരം, അത് സ്വാഭാവികമായിട്ട് ആ സമയം വളരെ മോശമാണ്. അത് കഴിഞ്ഞു, ആ ടൈം കഴിഞ്ഞു. ഇനി നിങ്ങൾ ശ്രമിച്ചു നോക്കൂ. നമുക്ക് ഈ പറഞ്ഞ പോലെ പിന്നെ കുറച്ച് അന്ന് ഞാൻ മന്ത്രം പറഞ്ഞു തന്നിരുന്നോ? മന്ത്രം പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾ തന്നെ പരിപാടി കഴിഞ്ഞിട്ട് വിളിക്കുമോ? അന്നേരം ഞാൻ മന്ത്രം വീട്ടിലെത്തിയിട്ട് ഞാൻ അയച്ചു തരാം കേട്ടോ. ഈ നമ്പറിൽ തന്നെ വിളിച്ചാൽ മതി. അസുഖത്തിന്റെ പറയുമ്പോൾ ആരോഗ്യത്തിന്റെ അതൊക്കെ ടെൻഷൻ കാരണം തോന്നുന്നില്ലേ കൂടുതലായിട്ട്? അത്ര വലിയ അസുഖമൊന്നും ഇനിയിപ്പോൾ ഇവിടെ കാണുന്നില്ല. അതങ്ങനെ തന്നെ. അത് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. അത് പോയിട്ട് ഗൾഫിലെല്ലാം പോയിട്ട് വാ, എന്നിട്ട് പിന്നെ ഇന്നത്തെ കാലത്ത് അതൊന്നും ഒരു സംഭവമല്ലല്ലോ. അതൊക്കെ ജോലിന്റെ നടക്കുമല്ലേ? ജോലി നടത്താൻ കഴിയേണ്ടിയാണ്. അല്ല, വിദേശത്ത് ഞാൻ ചോദിച്ചത് അതിനെ അതിനുവേണ്ടി ശ്രമിക്കുന്ന ഞാൻ പറഞ്ഞത്. ശ്രമിക്കുന്നുണ്ട്. അതിങ്ങനെ ഒരു വിസ വരണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുന്നതാണ്. ആവട്ടെ, അത് വരട്ടെ. ദേവി കൈവിടില്ല. ഇത് കഴിഞ്ഞിട്ട് ഈ നമ്പറിൽ വിളിക്കാമല്ലേ? 10 മണിക്ക് ശേഷം? 10 മണിക്ക് ശേഷം. ഓക്കെ, ശരി. ഓക്കെ ശരി. അപ്പം ഞാൻ പറഞ്ഞത്, കൃഷ്ണൻ നമ്മളൊക്കെ അങ്ങനെ ഈ അഷ്ടമി രോഹിണി ദിവസം ഭഗവാനെ കൊണ്ട് പറഞ്ഞില്ലെങ്കിൽ ഞാനും നിത്യവും കൃഷ്ണന് നിവേദ്യം അടക്കം സമർപ്പിച്ചുകൊണ്ട് ഏകാദശിക്ക് തോറും പാൽപ്പായസം കൊടുക്കുന്ന ഒരു ഭക്തനാണ് കൃഷ്ണൻ്റെ. ആ കൃഷ്ണൻ്റെ ഭക്തൻ, അതായത് ദേവി. പിന്നെ മറ്റൊന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണനെയും ദേവിനെയും രണ്ടായിട്ട് കാണാൻ പാടില്ല എന്ന്. ദേവി ഭക്തൻ ആണെങ്കിൽ അയാൾ കൃഷ്ണനെയും കൂടി ആരാധിക്കാൻ ബാധ്യസ്ഥനാണ്. അതേപോലെ കൃഷ്ണഭക്തൻ ദേവിയെയും. അത് ഞാൻ പണ്ടേ പറഞ്ഞതാണ്, ആവർത്തന വിരസത വരും പലതിലും, എങ്കിലും പറയുന്നു. മൂകാംബികയിൽ പോയാൽ നമ്മൾ അവസാനം കൃഷ്ണനെ തൊഴുന്നതോടുകൂടി നമ്മളെ ദർശനം പൂർത്തിയാവുമെന്നാണ്. പിന്നെ നമ്മളെ വീരഭദ്രസ്വാമിയുടെ വലത്തുവശം ഉള്ള തുളസിത്തറയിൻ്റെ അകത്തൊരു കൃഷ്ണനുണ്ട്. ആ കൃഷ്ണനെ കണ്ടിട്ടില്ലെങ്കിൽ മൂകാംബിക ആ ദർശനം പൂർണ്ണമല്ല. അതേപോലെ ഈ ഗുരുവായൂരിൽ പോയിട്ട് കൃഷ്ണനെ കണ്ട് എല്ലാം ശാസ്താവിനെയൊക്കെ കണ്ട് അങ്ങനെ വന്ന് അവസാനം ഇറങ്ങാൻ നോക്കുമ്പോൾ ഒരു ഭഗവതിയുണ്ട്. ആ ഭഗവതിയെ തൊഴുതില്ലെങ്കിൽ ഗുരുവായൂർ യാത്ര ഫലപ്രദമല്ല എന്നാണ്. ഭഗവതി കഴൽ കഴിപ്പിക്കുക എന്നൊരു കർമ്മവുമുണ്ട് അവിടെ. അപ്പോൾ ഈ ഗുരുവായൂർ, അപ്പോൾ അത് ഈ രണ്ട് ദേവിയുടെ കൺസോൾട്ടേഷൻ ഏറ്റവും കൂടുതൽ നടന്ന സ്ഥലമായിട്ട് മൂകാംബിക പറയുന്നു. മൂകാംബിക ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം അത് തന്നെയാണ്. അതേപോലെ കൃഷ്ണൻ്റെ കൺസോൾട്ടേഷൻ നടന്നിരിക്കുന്നത് ഗുരുവായൂർ തന്നെയാണ്, സംശയമില്ല. ഒരു ദേവത എന്നുള്ള രൂപത്തിൽ ഗുരുവായൂരപ്പൻ ഭക്തന്മാർക്ക് കാണിച്ചു കൊടുക്കുന്ന മഹാത്ഭുതങ്ങളൊന്നും അത് ഏത് കാലത്തും അതൊന്നും നിന്നു പോവില്ല. പക്ഷെ അതൊന്നും തെളിയിച്ച് കാണിച്ചു കൊടുക്കാനൊന്നും ആവില്ല. അത് ഓരോ ഭക്തൻ്റെയും അനുഭവമാണ്. അത്തരം ഭക്തന്മാർക്ക് ഗുരുവായൂരപ്പനെ കാണുമ്പോൾ കണ്ണിൽ വെള്ളം ധാരധാരയായി വരും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത് മനസ്സിലാക്കണം. ഗുരുവായൂരപ്പനെ കണ്ടിട്ട് നിങ്ങൾക്ക് കണ്ണിൽ ജലം വരുന്നുണ്ടെങ്കിൽ, കണ്ണുനീര് വരുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കൊള്ളുക, ബന്ധമുണ്ട് ഭഗവാനുമായിട്ട്. അല്ലാതെ സാധാരണ ഒരുവിധ ആൾക്കാർക്കൊന്നും വരില്ല. അങ്ങനെ വരുന്നവർ മഹാഭാഗ്യവാന്മാരെന്നാണ് പറയുക. അത് ഗുരുവായൂരപ്പൻ്റെ മാത്രം പ്രത്യേകതയാണ്. വേറെയും ഉണ്ട് ആൾക്കാർ, അതല്ല ഞാൻ പറഞ്ഞു. പക്ഷേ ഇത് ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ. എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾക്ക് ആർക്കൊക്കെയാണത് കിട്ടിയത് എന്ന് എനിക്കറിയില്ല.
അത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ഈ ജന്മത്തിൽ മാത്രമുള്ള കണക്ഷനല്ല ഭഗവാനുമായിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ചിലർക്കല്ല ഇപ്പം തന്നെ എൻ്റെ ഈ വർത്തമാനം കേട്ടിട്ട് ആകെ ഒരു കുളിര് കോരുന്നുണ്ടാവും. അത് ശരി, ഇതാണ് അതിൻ്റെ രഹസ്യമല്ലേ എന്ന്. തീർച്ചയായിട്ടും കുറേ പേര് ഇരിക്കുന്നതിൽ കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇല്ലാതിരിക്കില്ല ഈ അനുഭവം. ആ ഗുരുവായൂർ ഇടനാഴിയിലേക്ക് അങ്ങോട്ട് മേൽപ്പത്തൂർ ഇരുന്ന് പിന്നെ നാരായണീയം എഴുതിയ അവിടെ അകത്തേക്ക് കയറി അവിടെ വെച്ചിട്ടാണ് അത് സംഭവിക്കാറ് അധികം ആൾക്കാർക്കും. ചിലർക്ക് കൊടിമരം അവിടെ കാണുമ്പോൾ തന്നെ ഒക്കെ വരുന്ന സംഭവം ആൾക്കാരുണ്ട്, കരയാൻ തുടങ്ങുന്നവരുണ്ട്. പക്ഷേ ആ മഹാഭൂരിപക്ഷത്തിനും ഭഗവാന്റെ ആ തൃപ്പടി അങ്ങോട്ട് കടന്നിട്ട് അവിടെ എത്തുമ്പോഴാണ് അതിൻ്റെ വലത്തുവശം ഇരുന്നിട്ടാണ് മേൽപ്പത്തൂർ എഴുതിയത് നാരായണീയം. ആയിരാരോഗ്യ സൗഖ്യം എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് സാന്ദ്രാനന്ദാബോധാത്മനിബോധമതിബോധം നാവുകൾ കാലദേശാവിദിഭ്യാം നിർമുക്തം നിത്യമുക്തം എന്ന് പറഞ്ഞിട്ട് അങ്ങ് എഴുതിയില്ലേ. ആ എഴുത്ത് അവിടെ വെച്ചിട്ടാണ് അവസാനം പ്രത്യക്ഷ രൂപം. സത്യം പറഞ്ഞാൽ ഇന്ന് എനിക്ക് നാരായണീയത്തിൻ്റെ അവസാനത്തെ ഭഗവാന്റെ കേശാദിപാദ വർണ്ണന, പാദാദികേശവും കേശാദിപാദവുമുണ്ട്. മേൽപ്പത്തൂർ കേശാദിപാദമാണ് എടുത്തത്, മുടി മുതൽ പാദം വരെ, അതാണ് കേശാദിപാദം. പാദം മുതൽ മുടി വരെ അത് പാദാദികേശം. പറഞ്ഞുതരാം, ഒരു കോളുണ്ട്. ഹലോ ഹലോ, ഇവിടെ നിന്നാണ് വിളിക്കുന്നത്? കാടാച്ചിറ. പറയൂ, ഡേറ്റ് പറയൂ. 24 ഒക്ടോബർ 1996. സമയം രാവിലെ 7 മണി. ഉത്രട്ടാതി. അതെ അതെ. ആരുടേതാണ്? നിങ്ങളുടെ തന്നെയാണോ? എന്താണ് അറിയേണ്ട വിഷയം? ജോലിയുടെയും കല്യാണത്തിന്റെ. കല്യാണമൊന്നും ഇപ്പോൾ എന്നോട് ചോദിക്കണ്ടേ. അതിൽ കല്യാണമൊന്നും പെമ്പിള്ളേർ വേണ്ടെന്ന് പറയുമ്പോൾ ഞാനെന്താ ചെയ്യുക? ജോലിൻ്റെ അതെല്ലാം അങ്ങനെ വല്ല കാര്യം ചോദിക്കും. പുറത്തേക്കൊക്കെ നോക്കുന്നുണ്ട്. അത് നോക്കുക. നിങ്ങൾക്കിപ്പോൾ നടക്കുന്നത് ബുധൻ്റെ ദശയാണ്. എന്തായാലും ഈ ബുധൻ ഭാഗ്യാധിപനാണ്. വോളിയം കുറക്കും. അപ്പം ബുധൻ്റെ ദശയിൽ ഇപ്പം രാഹുവിൻ്റെ അപഹാരമുണ്ട്. അത് 26 8-ാം മാസം കൊണ്ട് അത് കഴിയും. അതിൻ്റെ തടസ്സങ്ങൾ എന്തോ അവിടെ ഹലോ എന്തോ അവിടെ എന്തോ ഒരു ഇത് ഡിസ്റ്റർബ് വരുന്നു. എന്താണത്? അപ്പം ഞാൻ പറഞ്ഞത്, ഇപ്പം നിങ്ങൾ 1.5 കൊല്ലമായിട്ട് വേണ്ടത്ര തെളിച്ചമില്ലാണ്ട് നടക്കുകയാണ്. അതിന് മാറ്റം വരാനായിപ്പോയി സമയം. അപ്പോൾ അതുകൊണ്ട് ഈ സർപ്പം ചിലപ്പോൾ ഒരു 5-8 മാസം കൂടി സർപ്പം നമ്മളെ കളിപ്പിച്ചേക്കാം. അങ്ങനെ പിന്നെ ബുധൻ്റെ ഇതിന് പിന്നെ ശക്തിപ്പെടുത്താൻ വേണമെങ്കിൽ മരതകം ധരിക്കുന്നതും വളരെ നല്ലതാണ്. അങ്ങനെ താല്പര്യമുണ്ടെന്ന് നിങ്ങൾക്ക് എന്നെ വന്ന് കാണാം. പിന്നെ മറ്റൊന്ന്, നിങ്ങൾ കണ്ണട വെച്ചിട്ടുണ്ടോ? കണ്ണിന് വല്ലതും അനുഭവപ്പെടുന്നുണ്ടോ? അത് നല്ലോണം പവറുള്ള കണ്ണടയാണോ ഇപ്പോൾ തന്നെ? അത് വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ ആ കണ്ണിൻ്റെ കാര്യം. നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾക്ക് വളരെ കണ്ണിൻ്റെ കാഴ്ച വളരെ കുറയുമെന്നൊരു ഫലമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ കണ്ണിൻ്റെ കാഴ്ച നിലനിൽക്കാൻ വേണ്ടിയുള്ള ആയുർവേദ വിധിപ്രകാരമുള്ള ചില സംഗതികളും കൂടി കഴിക്കണം. അതായത് വെറും ഇത് മാത്രം പോരാ. അപ്പോൾ ആ കണ്ണിൻ്റെ പവർ നിലനിർത്തുന്ന ചില കണ്ണൂരുമുണ്ട്, അതേപോലെ പിന്നെ
അങ്ങോട്ട് തെക്കോട്ടൊക്കെ ഉണ്ട് ചില നല്ല നല്ല ഹോസ്പിറ്റലുകൾ, നമ്മളെ കണ്ണൂരും ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ കണ്ടിട്ട് എന്താണ് ഈ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതുപോലെ നീങ്ങണം. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ആകെ 28 വയസ്സേ ഉള്ളൂ. അപ്പോൾ 28 വയസ്സിൽ നിങ്ങളിപ്പം തന്നെ നല്ല പവറുള്ള കണ്ണടയാണ് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെയൊക്കെ പ്രായത്തുമ്പം 10-60 എത്തുമ്പോൾ എന്താ സ്ഥിതി ഉണ്ടാവുക? അന്നേരം അതാണ് പിന്നെ സോഡ കുപ്പിയെല്ലാം വെക്കേണ്ടി വരും. മറ്റേ ജഗദീഷ് അത് താക്കോൽ അവിടെ വെച്ചാൽ പിന്നെ അതവിടെ കാണില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ആ കണ്ണട വെക്കേണ്ടി വരും. അപ്പോൾ അത് വെക്കാതെ നമ്മൾ ഒഴിവാകണം കണ്ണ്. അപ്പോൾ അത് ഇപ്പോഴേ നിങ്ങളതിനെക്കുറിച്ചൊരു ബോധവാനാവണം. അതിനാണ് ഇങ്ങനെ ഗൗരവത്തിൽ പറഞ്ഞു തരുന്നത്. ഇപ്പം നിങ്ങൾ അത് കാണിച്ചിട്ട് അത് ഞാൻ എന്തെങ്കിലും പറഞ്ഞു തന്നാൽ അത് കറക്റ്റായിട്ട് ചെയ്യണം. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഞാനെന്ത് പിന്നെ ഭഗവാൻ പറയിപ്പിക്കുന്നില്ലേ എന്നെ കൊണ്ട്. നിങ്ങൾ അതെന്താ മനസ്സിലാക്കാതെ? ഞാൻ ഇത് കൃഷ്ണന് പാൽപ്പായസം കൊടുത്ത് വന്ന് ഭഗവാൻ പറയിപ്പിക്കുന്നില്ല. ഭഗവാൻ നിങ്ങളോട് നേരിട്ട് പറയാൻ പറ്റുമോ? ഭഗവാൻ ഓരോരുത്തനെ കണ്ടുവെക്കും, അവനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കും. അത് അവൻ്റെ നിയോഗമാണ്. ആ നിയോഗം പൂർത്തിയായാൽ അവൻ ചത്തുപോകും. അവൻ ചാകുന്നതിലെടുക്കുക അവൻ ഇങ്ങനെ കുറേ ആൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അത്രയേ ഉള്ളൂ. അങ്ങനെ കണ്ടാൽ മതി, വേറെ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആ നിയോഗം അനുസരിച്ചിട്ട് ഈ പണിയെടുക്കുന്ന ആളെന്നുള്ള രൂപത്തിൽ. പിന്നെ എൻ്റെ നിയോഗമാണെന്ന് പറയാൻ കാരണം എൻ്റെ അച്ഛനും അമ്മയെല്ലാം മാഷൻ ടീച്ചറായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ നിയോഗമാണിത്. എൻ്റെ അച്ഛൻ ഈ പണിയെടുത്തിട്ട് ഞാൻ ഇങ്ങനെ ആയതല്ല. അത്തരം വ്യക്തികൾ പറയുന്ന വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം പോലും. കാരണം അയാൾ നിയോഗം കിട്ടിയിട്ട് പറയുന്നതാണ്. മറ്റേവർ അയാളെ അച്ഛൻ ആ പണിയെടുത്തുകൊണ്ട് അച്ഛൻ്റെ പണി മോൻ എടുക്കുന്നു എന്നേ ഉള്ളൂ. അത് വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അതുകൊണ്ട് എൻ്റെ ഈ നിയോഗം എൻ്റെ മക്കളിലേക്ക് 3 ആൺമക്കളുണ്ട്. ആരെയും ഞാൻ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. അത് ഇവിടം കൊണ്ട് തീരുകയാണ്. അതെൻ്റെ മാത്രം യോഗം. അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ പറഞ്ഞ എന്തായാലും ഈ ബുധൻ്റെ ദശയിൽ നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. വ്യാഴവും ശനിയെല്ലാം വരാനുണ്ടല്ലോ, അതെല്ലാം നല്ലതാണ്. ഇപ്പോൾ ഉള്ള 8 മാസം അത്ര പോരാ. കല്യാണത്തിന് ഒരാളുണ്ടായിരുന്നു. ഉണ്ടെങ്കിൽ നടക്കട്ടെ, അതിനെന്താ. അല്ല, അത് ഈ പറയുന്ന പോയിട്ട് വന്നിട്ട് മതി, വിദേശത്ത് പോയി വന്നിട്ട് മതി. വ്യാഴാപഹാരത്തിൽ മതി. അതായത് പിന്നെ ആഗസ്റ്റ് മാസം, അടുത്ത ആഗസ്റ്റ് തീരും. 10 മാസം കഴിഞ്ഞാൽ, അത് കഴിഞ്ഞാൽ വന്നിട്ട് കഴിച്ചോളൂ. അതങ്ങനെ അവിടെ തേക്കൊന്നുമില്ലല്ലോ. ശരി. അതാ അതുണ്ട്. അല്ല, മറ്റേത് കുറിപ്പിന്റെ ഉറപ്പ് തന്നെയല്ലേ? ശരി, ആയിക്കോട്ടെ. വിജയ് ഭവ. ഓക്കെ, ശരി. അപ്പോൾ കാരണം ചോദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, കാരണം കാലം കലിയുകയല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏത് സമയത്താണ് തേപ്പ് കിട്ടുക എന്ന് പറയാൻ പറ്റുമോ? വല്ലാത്ത ലോകമായിപ്പോയി. അയാൾക്ക് പക്ഷെ നല്ല ആത്മവിശ്വാസമുണ്ട്. അതാണ് അത് തന്നെയാണ്. എന്താണോ വിചാരം അതേപോലെയാണ് വരിക. ഇയാൾ അത് ഉറപ്പിച്ചങ്ങോട്ട് നിൽക്കുമ്പോൾ അപ്പുറത്തും ആയ ഉറപ്പുണ്ടാവും. ഈ ആടിക്കളിക്കുന്നതിനെ പെണ്ണിന് തീരെ ഇഷ്ടമല്ലല്ലോ. അപ്പോൾ ഇയാൾക്കൊരു ഉറപ്പൊന്നുമില്ല. അപ്പോൾ പെണ്ണ് ആകെ, അല്ലേ തന്നെ അത് പെൺകുട്ടികൾക്ക് അങ്ങനെയാണല്ലോ പൊതുവേ. ചെറിയ പ്രായമുള്ള പെൺകുട്ടികളാണെങ്കിൽ പറയുകയും വേണ്ട, അവർക്കൊരു മനസ്സിനൊരു ചാഞ്ചാട്ടം ഉണ്ടാവും. അപ്പോൾ ഈ ആണിൻ്റെ ഉറപ്പാണ് പെണ്ണിന് അത് കൂടുതൽ ദൃഢമാക്കേണ്ടത്. അങ്ങനെ ഇപ്പം പറഞ്ഞ ഇയാൾക്ക് ഇയാളെ ഭാഗം നല്ല ഓക്കെയാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ ഞാൻ പറഞ്ഞു, ഇന്ന് കൃഷ്ണൻ്റെ ദിവസമാണ്. കൃഷ്ണന് പലതും ഉണ്ടെന്നാണ് പറയുന്നത്. പ്രേമത്തിൻ്റെ 1ാമത്തെ ആശാനാണ്, അത് വേറെ കാര്യം. രാധേനെ കഴിച്ചിട്ടേ ഇല്ല, അത് വേറൊരു സംഭവം. അങ്ങനെയും പറയുന്നുണ്ട്. അതാണ് ഈ സുഗതകുമാരി കവിതയിൽ പറഞ്ഞ പോലെ, രാജാവിൻ്റെ
രാജഭരണം ഏറ്റെടുക്കാനും മറ്റേ കൃഷ്ണൻ പോകുന്നൊരു പോക്ക് നേരം ആ കവിത വായിച്ചാൽ നമുക്ക് ഒരുവിധം എന്താ കൃഷ്ണസങ്കല്പമുള്ള പുരുഷനും രാധാസങ്കല്പമുള്ള പെണ്ണിനും കണ്ണിൽ നെഞ്ചു പൊട്ടുന്ന കവിതയാണ് സുഗതകുമാരിയുടെ. അത് പിന്നെ ചിത്ര അത് പാടുന്ന കേട്ട് കഴിഞ്ഞാൽ കൃഷ്ണ നീ മധുരക്ക് പോകുന്നു അത്രേ എന്ന് പറഞ്ഞിട്ടുള്ള ആ വരികളെല്ലാം ഉള്ള എനിക്ക് ആ വരികൾ മൊത്തം വരുന്നില്ല, ഇന്ന് ഉറക്കം ശരിയായില്ല, അതുകൊണ്ട് എനിക്ക് പ്രശ്നമുണ്ട്. അല്ലെ ആ വരികൾ ഞാൻ ചൊല്ലി തരുമായിരുന്നു. അപ്പം അതായത് രാധ കൃഷ്ണൻ്റെ ആ മുഴുവൻ പ്രൗഢമായ യാത്ര നോക്കി നിൽക്കുകയാണ്. അതാണ് രാജാവായിട്ട് പോകുന്ന കൃഷ്ണനെ. അങ്ങനെ പറയുന്നുണ്ട്, ഒരു കൃഷ്ണസങ്കല്പം ഈ ഒറിജിനൽ പ്രേമം കല്യാണത്തിൽ എത്തില്ല എന്ന് പറയുന്നു, അങ്ങനെയും പറയുന്നുണ്ട്. പ്രണയം ചിലപ്പോൾ ചില ആളുകൾക്കത് പണ്ടത്തെ രാധയെ ഒരിക്കലും കൃഷ്ണൻ കല്യാണം കഴിച്ചിട്ടില്ല. കൃഷ്ണൻ വേറെ ഒരുപാട് കല്യാണവും കഴിച്ചിട്ടുണ്ട്. രാധ അന്നേരവും കൃഷ്ണൻ്റെ ഏറ്റവും കൃഷ്ണനെ സ്വാധീനിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ രാധ തന്നെ. അതാണ് പിന്നെ ഈ രാധാസങ്കല്പം ഉണ്ടെങ്കിലേ പുരുഷന് വളർച്ചയുള്ളൂ എന്നും പറയുന്നുണ്ട്. അതായത് പണ്ട് തേച്ചു പോയ പെണ്ണിൻ്റെ മുമ്പിൽ ആളാകാൻ വേണ്ടിയിട്ട് ചില പുരുഷന്മാർ ചില മരണക്കളി കളിക്കുമെന്നാണ് പറയുന്നത്, അവളെ കാണിച്ചു കൊടുക്കണമെന്നുള്ള. പക്ഷെ അത് വേറൊരു നെഗറ്റീവായിട്ടല്ല അന്നേരം ചിന്തിക്കേണ്ട. അത് അങ്ങനെ വന്നതാണ്. ചിലപ്പോൾ അന്ന് ഗതിയില്ലാതെ ഒരു മനുഷ്യനെ ചിലപ്പോൾ അവളുടെ സാഹചര്യത്തിൽ അവൾ ഒഴിവായിട്ടുണ്ടാവാം. പിന്നെ അവൻ വലിയ പൊന്തിക്കഴിഞ്ഞാൽ അവളെ മുമ്പിൽ കാണിക്കാനാണ് ഈ കാറൊക്കെ എടുത്തിട്ട് ചില ഗൾഫിലെല്ലാം പോയിട്ട് വന്നിട്ട് ചില ആൾക്കാർ അവളെ വീട്ടിൻ്റെ മുമ്പിലോട്ട് ഒരു 4 പ്രാവശ്യം ഓടിച്ചാൽ തന്നെ ഒരു സമാധാനമായി. അത് തിരിച്ച് പെണ്ണിനും ഉണ്ടാവും പോലും. കൃഷ്ണസങ്കല്പം രാധാസങ്കല്പം ഇങ്ങനെ അതിൻ്റെ വലിയ അർത്ഥമുണ്ട്. ഞാൻ പറയുന്നത് അത് താണ ലെവലിൽ കേൾക്കരുത് ആ വാക്കുകളൊന്നും. പറയുന്ന ഞാനായതുകൊണ്ട് വലിയ വർത്തമാനമായിട്ട് തന്നെ കേൾക്കേണ്ട കാര്യം വലിയ വർത്തമാനമായിട്ട് തന്നെ കേൾക്കണം. അത് മനസ്സിലാക്കാൻ കേൾക്കുന്നവർക്കും കുറച്ചൊരു വകതിരിവും വിശേഷ ബുദ്ധിയും വേണം. ഇല്ലെങ്കിലൊന്നും മനസ്സിലാവില്ല. എന്തൊക്കെയോ ഇയാൾ അവിടെ ഇരുന്ന് പറയുന്നു എന്ന് പറയും. ഒരു കോൾ ഉണ്ട്. ഹലോ. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? അഞ്ചരക്കണ്ടി. പറയൂ. 2004 മെയ് 21 ഉച്ചക്ക് 12:34. 2004 മെയ് 31 ഉച്ചക്ക് 12:34. മെയ് 21 അല്ലേ? ഉച്ചക്ക് 12:34 PM. ഓക്കെ. മകയിരം നക്ഷത്രം ആരുടേതാണ്? മോളെ രാഹുദശ തീരാനായി. മോളോട് കുറച്ച് ശ്രദ്ധിക്കാൻ പറയണം. 26 3-ാം മാസം തീരും. അപ്പോൾ ഇനി 6 മാസം. അത് കഴിഞ്ഞാൽ ഒരു 3 മുതൽ 6 മാസം വരെ സന്ധിയും. മൊത്തത്തിൽ ഒരു വർഷം അത്ര നല്ലതല്ല. അതിനുശേഷം പിന്നെ ഐശ്വര്യവും ഉയർച്ച ഒക്കെ ഉണ്ടാവും, ജോലിയൊക്കെ കിട്ടും. വ്യാഴം വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന വ്യാഴമാണ്. ഈ രാഹുവിൻ്റെ അവസാനമായതുകൊണ്ട് കുറച്ച് ഗൗരവത്തെ തന്നെ മനസ്സിലാക്കിയിട്ട് നീങ്ങണം. 2 വീലറൊക്കെ ഓടിക്കുന്നുണ്ടോ? ഈ സ്കൂട്ടിയൊക്കെ ഓടിക്കുന്നുണ്ടോ? അതൊന്നും ഇപ്പോൾ ഓടിക്കണ്ട. ഈ സമയം കഴിഞ്ഞാൽ എല്ലാം വളരെയേറെ ഐശ്വര്യപ്രദമായ കാലഘട്ടം വരാൻ പോകുന്നു. ഈ പറഞ്ഞ സമയത്ത് ഇപ്പം കിട്ടില്ല. ഇപ്പം ബിടെക്കിന് പഠിക്കുന്നത്. ഇപ്പൊ ക്യാമ്പസ് സെലക്ഷൻ ഈ മാസം വീഴുന്നില്ല. നല്ല തൃപ്തിയുള്ളൊന്നും കിട്ടില്ല. ഈ രാഹുവിൻ്റെ അന്ത്യമല്ലേ, അതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നും വെക്കണ്ട. അവളുടെ സമയം ഞാൻ ഈ പറഞ്ഞ 6 മാസം കഴിഞ്ഞിട്ടാണ്. ഇപ്പം അവള് വളരെ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. ഇപ്പം എവിടെയാ പഠിക്കുന്ന കുട്ടി? ബാംഗ്ലൂർ. ബാംഗ്ലൂരാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടിപ്പോട്ടെ അല്ലേ. പക്ഷേ അവളെ വേണ്ടത്ര ശമ്പളമൊന്നും കിട്ടൂല. തൽക്കാലം കിട്ടിയതിന് പോകാൻ പറ, പിന്നെ കമ്പനിയൊക്കെ മാറാം.
ആ ആ ഇത് ഇപ്പം ക്യാമ്പസ് സെലക്ഷൻ ഇപ്പം ഈ എത്ര ഈ മാസം നടക്കുക സെപ്റ്റംബറിൽ. ഓക്കെ നടക്കട്ടെ, അങ്ങനെയുണ്ടെങ്കിൽ അവൾ പോകട്ടെ. പക്ഷേ അവൾക്ക് ഒരു ഞാൻ ഈ പറഞ്ഞത് അവളിപ്പം പറയുന്നില്ലേ, ഭക്ഷണം പിടിക്കാതെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടോ അവൾക്ക്, അതൊക്കെ പറയുന്നുണ്ടോ? അതെല്ലാം ഉണ്ട്. ആ അത് അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കുട്ടിക്കുണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പീരീഡിന് ശേഷം എല്ലാം മാറ്റം വരും. അതിപ്പോൾ അത്രയല്ലേ ഉള്ളൂ, ചെറിയ പീരീഡല്ലേ ഉള്ളൂ. ഇപ്പം അത്രയല്ലേ പ്രായമുള്ളൂ, 21 വയസ്സ് 3 മാസമല്ലേ ആയിട്ടുള്ളൂ. അത് 6 മാസം കഴിഞ്ഞാൽ തെളിയുന്നല്ലേ ഞാൻ പറഞ്ഞത്. പിന്നെന്താണ് നിങ്ങൾക്ക് ടെൻഷൻ? ക്യാമ്പസ് എല്ലാം കഴിഞ്ഞു പോയില്ലേ? അല്ല അതുകൊണ്ട് അവൾ ക്യാമ്പസിന് അവൾക്ക് കിട്ടുന്നുണ്ട്, പോയിക്കോട്ടെ. അതിപ്പോൾ ക്യാമ്പസിൻ്റെ പിന്നെ സെലക്ഷന് ഞാൻ പറഞ്ഞു എന്ന് വെച്ചിട്ട് ക്യാമ്പസ് അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. അതായത് അവൾക്കൊരു തൃപ്തിയൊന്നും ഉണ്ടാവില്ല പോയാലും, പക്ഷെ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ മനസ്സിലായല്ലോ. അവൾ കിട്ടിയ അവൾ പോയിക്കോട്ടെ. അന്നേരം അവൾ പറയും അമ്മ എനിക്ക് ശമ്പളം തീരെ കുറവാണെന്ന് പറയും. അത് അവൾക്ക് പിന്നീട് ശരിയാവുള്ളൂ, അത്രയേ ഉള്ളൂ. കല്യാണമൊക്കെ ആ വ്യാഴദശയിലും അതുപോലെ വ്യാഴം വന്നാൽ പിന്നെ സർവ്വ ഐശ്വര്യങ്ങളും കൊടുക്കുന്ന വ്യാഴമല്ലേ. വ്യാഴം വന്നാൽ പിന്നെ കുട്ടി നന്നായി വരില്ലേ. അതൊന്നും നിങ്ങൾ പിന്നെ തലമുണ്ടാക്കേണ്ട കാര്യമില്ല. പിന്നെ കുറച്ച് ക്വാളിറ്റി ഉള്ള മോളുമാണ്, അങ്ങനെ ഒരു ക്വാളിറ്റി ഇല്ലാതെ പെൺകുട്ടിയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ വെറുതെ ആയിപ്പോകുന്നു വിചാരിക്കുന്നു വേണ്ട. നല്ല നിലയിൽ തന്നെ വരും. അത് എല്ലാം ജന്മഗുണം ഉള്ള പെണ്ണാണ്. അങ്ങനെ വരുമ്പം കൊണ്ടുവരണേ. അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളെ മോള്. അപ്പോൾ പറഞ്ഞ പോലെ സമാധാനമായില്ലേ? ശരി, ഓക്കെ. ഇതേപോലെ നമ്മൾ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കണം. അയ്യോ അയാളെ വിളിച്ചു എൻ്റെ സമാധാനം മുഴുവൻ നശിച്ചു എന്ന് പറയാൻ ഇടവരുത്തരുത്. പക്ഷേ എന്ന് വെച്ചിട്ട് മോശം സംഭവം നമ്മൾ ഭയങ്കര സൂപ്പറായിട്ടൊക്കെ പറഞ്ഞിട്ട് കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ അതും പ്രശ്നമല്ലേ. അപ്പോൾ ഇത്ര പീരീഡ് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഇതിൻ്റെ ഭാഗമാണ്. ആ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യണം. ഓരോ ജ്യോതിഷിയും അവരുടെ ജോലി കൃത്യമായിട്ട് അതിൽ വെള്ളം ചേർക്കാൻ പാടില്ല. നല്ലതാണെങ്കിൽ അത് നല്ലതെന്ന് തന്നെ പറയുക, അല്ലെങ്കിൽ മോശമുണ്ടെങ്കിൽ അത് ആ മോശം പറയുക. ചില ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുന്നവരുണ്ട്, അപൂർവം ചിലർ. എല്ലാം ഗൃഹേശ്വരന്മാരെ വന്നിച്ചുകൊണ്ട് ഈ പണിയെടുക്കുന്ന ഒരു ജ്യോതിഷം അങ്ങനെയൊന്നും ചെയ്യില്ല. പക്ഷേ ഇപ്പം എല്ലാ മേഖലയിലും വന്നിരിക്കുന്ന എന്താണ് ഒരു പ്രത്യേകമായ സംഭവം ഉണ്ടല്ലോ. പിന്നെ അതിൽ പൊതുവേ വന്നിരിക്കുന്ന ഒരു പരിവർത്തനമാണല്ലോ, നെഗറ്റീവിന് കൂടുതൽ സ്ഥാനം വരുന്ന ഒരു കാലഘട്ടം. അങ്ങനെ ഉണ്ട്. അപ്പോൾ അത് ചിലരെ സ്വാധീനിക്കും, ഏത് പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാരെയും. പിന്നെ അതെല്ലാത്തിലും ഇത് വരുന്നുണ്ട്. അതാണ് ഞാൻ കോടതിയും കത്തിച്ച് കളഞ്ഞില്ലേ നേപ്പാളിലാണെങ്കിലും. അതിൻ്റെ അതായത് അവസാനം നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ട് ആ കോടതി അങ്ങ് ഒരാട് ബാക്കി വെക്കണ്ടേ. ചെറുപ്പക്കാർക്ക് അതൊന്നും നോട്ടമില്ല. എപ്പോഴാണ് ഇന്ത്യയിലെല്ലാം വരിക എന്നൊന്നും പറയാൻ കഴിയില്ല. നമ്മളെ അയൽവക്കക്കാരായ 4 രാജ്യത്തിലും വന്നു കഴിഞ്ഞു. ഒന്നും പറയാൻ പറ്റില്ല. കാരണം ക്ഷുഭിത യൗവനം എന്നാണ്. യൗവനത്തിൻ്റെ മൈൻഡിൽ പെട്ടെന്നാണ് മാറ്റം വരിക. അത് യൗവനത്തിൻ്റെ പ്രത്യേകതയാണ്. അതാണ് ഈ സമരം ഫോം ചെയ്ത് അതിൻ്റെ പിന്നിൽ വേറെ വല്ലതുണ്ടോ അതൊന്നും എനിക്ക് കൂടുതലൊന്നും അറിയില്ല. പക്ഷേ ആ ഫോം ചെയ്ത ആളുകൾ പക്ഷെ പെട്ടെന്ന് അവർ രോഷാകുലരാകാൻ കാരണം എന്താണ്? ഈ ന്യൂജൻ ഇപ്പോൾ ഈ പറയുന്ന ജൻസി ചെറുപ്പക്കാർ മുഴുവൻ അവരേതാണ്ട് ഒരു 12 വയസ്സ് മുതൽ ഉപയോഗിക്കുന്ന സാധനമല്ലേ വാട്സാപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും. അതൊക്കെ അവരുപയോഗിക്കല്ലേ. പെട്ടെന്നൊരു ദിവസം ഇപ്പോൾ ഇന്ത്യയിലായാലും അതൊന്നും വേണ്ട, നാളെ മുതൽ വേണ്ട എന്ന് പറഞ്ഞാൽ സംഗതി പോയി, കൈവിട്ടു പോകും. അതവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിപ്പോയി. ഇപ്പം എന്നെപ്പോലുള്ള ഒരാൾക്ക് അതിനെ മറികടക്കാൻ പറ്റും. കാരണം ഞാനൊക്കെ
പിന്നെ ഇത് വാട്സാപ്പും ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുമ്പോഴേക്കും നമ്മളൊക്കെ ഏജ് മാറുകയല്ലോ, 40 വയസ്സെത്തിയല്ലോ. നമ്മൾക്ക് അതുവരെ ഇതൊന്നും ഇല്ലാണ്ടല്ലേ നമ്മൾ ജീവിച്ചത്. അപ്പോൾ അതുകൊണ്ട് സീനിയേഴ്സിന് അത് വലിയ വിഷയമാവില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് തന്നെ ഏതാണ്ട് ഒരു ബുദ്ധി എത്തുമ്പോൾ തന്നെ ഇതിനെ ആശ്രയിച്ച ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാളോട് നീ നാളെ മുതൽ അതൊന്നും ഉപയോഗിക്കണ്ടെന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിക്കും, ഇന്ത്യ കത്തിക്കും. അതാണ്, അത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് അങ്ങനെ അഥവാ അത് ചെയ്യണമെങ്കിൽ അത് അല്ലേ ഇവിടെ അത് ആരും ചെയ്യുമെന്നല്ല ഞാൻ പറഞ്ഞത്. ഇവിടുത്തെ ജനാധിപത്യമൊക്കെ വളരെയേറെ ശക്തമായിട്ട് തന്നെ പോകുന്ന ഒരു രാജ്യമാണല്ലോ. അതൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ ആർക്കും പറയാനുള്ള ധൈര്യമൊന്നും കിട്ടില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞു എന്ന് വരികിൽ ഇങ്ങനെയൊക്കെ ഇവിടെയും സംഭവിക്കാം, അത് ലോകത്തെവിടെയും സംഭവിക്കാം. കാരണം പിന്നെ ചെറുപ്പക്കാരുടെ മാനസിക ഘടന ഇപ്പോൾ എൻ്റെ തന്നെ, ഞാനും ചെറുപ്പം കഴിഞ്ഞിട്ടാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്, ഈ എത്തി നിൽക്കുന്നത്. ചെറുപ്പത്തിൽ എന്തായിരുന്നു ചിന്ത, എങ്ങനെയൊക്കെ ആയിരുന്നു പ്രവർത്തനങ്ങൾ ഒക്കെ എൻ്റെ മനസ്സിലുണ്ട്. അത് ചില ആളുകൾക്ക് മറന്നു പോകും. എന്നിട്ടാണ് പിന്നെ മറ്റേവർ ചെയ്യുന്ന മുഴുവൻ തെറ്റ്. അവിടെയാണ് ജനറേഷൻ ഗ്യാപ്പ് വരുന്നത്. അത് വലിയ സംഭവമാണ് ജനറേഷൻ ഗ്യാപ്പ്. എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, തന്തയും മോനും തമ്മിൽ അടിച്ചു പിരിഞ്ച് പണ്ട് ജഗതി പറഞ്ഞ പോലെ. ഒരു കോളുണ്ട്. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ പഴയങ്ങാടിന്ന്. പഴയങ്ങാടി, പറഞ്ഞോളൂ മാഡം. 2000 ജനുവരി 21 1:30 AM പുലർച്ചെ. പറയൂ. 1:30 AM പുണർതം. പുണർതം. ആരുടേതാണെന്ന് പറയൂ. ഇത് മോളതാണ്, മോന്റെ ഭാര്യ. അത് ശരി. കൺഫ്യൂഷൻ വേണ്ട അല്ലേ? ഏതായാലും മോളെപ്പോലെ തന്നെ നമുക്ക് ചേർന്ന് നിൽക്കുന്നുണ്ട്. അല്ലേ നിങ്ങളെ ഈ ചിരി പോവൂലേ? ഹലോ ഹലോ പോയോ? എന്ത് പറ്റി? ഹലോ ഹലോ, പാവം പിടിച്ച് കിട്ടിയിട്ട് ഇങ്ങനെ ആയല്ലോ. ഹലോ, അത് പോയി, എന്തോ പറ്റി, പാവം. അപ്പോൾ ശരി, അപ്പോൾ നമുക്കിനി കൃഷ്ണനിലേക്ക് തന്നെ പോകാം. കൃഷ്ണൻ്റെ ഈ സ്വഭാവ സവിശേഷതകൾ എന്താണ്? ഭഗവത്ഗീത ഉപദേശിക്കുമ്പോൾ കൃഷ്ണൻ വലിയ വേറൊരു പടിയിലോ എല്ലാത്തിൻ്റെ മീതെയുള്ള ഗുരുവായിട്ട് നിൽക്കുകയാണ്. ഗീതയിലില്ലാത്തതൊന്നുമില്ലെന്നാണ്. അതേ കൃഷ്ണൻ തന്നെയാണ് വെണ്ണ കക്കുന്ന ബാലനായിട്ടുള്ള കൃഷ്ണൻ വേറെയാണ്. നവനീത ചോരൻ എന്ന് പറയുന്നത്, നന്ദകിശോര നവനീത ചോര എന്ന പാട്ട് കേട്ടിട്ടില്ലേ? അത് നവനീതം എന്ന് പറഞ്ഞാൽ വെണ്ണ. ഞാനിന്ന് രാവിലെ വെണ്ണ കൊടുത്തു കൃഷ്ണന്. അപ്പോൾ നവനീത ചോരനായ ആ കൃഷ്ണൻ അതൊന്ന് വേറെ. ഇനി രാധയുമായി ചുറ്റിക്കളിക്കുന്ന കൃഷ്ണനോ അത് വേറെ. അവസാനം വേടൻ്റെ അമ്പേറ്റ് ആ സമയത്തും ചിരിച്ചു എന്നാണ് പറയുന്നത്. ആണ് കരയുന്ന കൃഷ്ണനെയോ ചിരിക്കുന്ന രാമനെയോ കാണാൻ പറ്റില്ല എന്നാണ്. രാമൻ ഭയങ്കര ഗൗരവക്കാരനല്ലേ, കൃഷ്ണനോ ചിരിയല്ലേ. അതാണ് ഈ കൃഷ്ണൻ്റെ കളിയുള്ള ആൾക്കാർക്ക് ചിരി കൂടുതലായിരിക്കും പോലും. കൃഷ്ണൻ്റെ ചെറിയ സ്വഭാവത്തിൽ ഛായ വന്നു പോയാൽ ചിരിയോട് ചിരിയായിരിക്കും പോലും. മസ്സിലിങ്ങനെ ഇക്കിളിയാക്കാലും ചിരിക്കാതെ മനുഷ്യന്മാരില്ലേ, അവർ രാമൻ്റെ ആളായിരിക്കുന്ന. അവർ കരയാനാണ് അവർക്ക് വിധി. ചിരിക്കാൻ
പിന്നെ കൃഷ്ണൻ്റെ അടുത്ത് കണ്ടുപിടിക്കേണ്ട മറ്റൊന്നെന്താണ്? സതീർത്ഥ്യ സ്നേഹം. അത് ഏറ്റവും ഭയങ്കരം. എന്താണ്? കുചേലനെ പോയിട്ട് ഇങ്ങനെ, കുചേലൻ മോശമായ വസ്ത്രം ധരിച്ചവൻ, അതാണ് കുചേലൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. സുധാമാവ് എന്നാണ് കുചേലൻ്റെ പേര്. അപ്പോൾ ഈ കാവൽക്കാരൻ ചുരുട്ടി എറിഞ്ഞു എന്നാണ്. അപ്പോൾ കൃഷ്ണൻ മേലെ നിന്ന് കണ്ടു എന്നാണ്. എൻ്റെ കൂട്ടുകാരനെ കാവൽക്കാരൻ തടഞ്ഞിരിക്കുന്നു. 2 സെക്കൻഡ് കൊണ്ട് 7 നില മാളികയിൽ നിന്നും താഴെ എത്തിയെന്ന കഥ. അപ്പോൾ എന്തായിരിക്കും അത് വരവ്? അങ്ങനെ തൂക്കിക്കൊണ്ടുപോവുകയാണ് ചെയ്തത് കുചേലനെ. പാവം വളരെയേറെ ദയനീയമായ അവസ്ഥയിൽ അവിൽ കൊണ്ടുവന്നിട്ട് ഇതെങ്ങനെ കാണിക്കും? കൃഷ്ണനെ എങ്ങനെ കാണിക്കും? രാജാവായ കൃഷ്ണൻ ഇതെങ്ങനെയാണ്? ഭാര്യ ഉന്തി പറഞ്ഞേച്ചതാണ്. ആ കഥ കേട്ടിട്ടില്ലേ? അതുകൊണ്ട് കുചേല ദിനത്തിലേക്ക് അവിൽ കൊടുക്കണം. ഞാൻ കൊടുക്കാറുണ്ട്. എന്തോന്നറിയില്ല, കുചേലനാക്കിയിട്ടില്ല അതിന്. അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം കൃഷ്ണനല്ല, പക്ഷെ കുചേലനാക്കിയിട്ടില്ല. അത് ശ്രദ്ധിക്കേണ്ട പോയിൻ്റാണ്. ഇതൊക്കെ എന്താണ് തെളിവെന്ന് ഞാൻ സ്വന്തം ജീവിതം കൊണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു. ഇതൊക്കെ യുക്തിക്ക് എന്താണ് സാധനമെന്ന് ചോദിച്ചാൽ അതിനൊന്നും യുക്തി കൊണ്ടൊന്നും ചിന്തിക്കൊന്നും വേണ്ട. കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, പത്രം പുഷ്പം ഫലം തോയം. ഗീതയിൽ പറയുന്നുണ്ട്, നീ എനിക്ക് ഭക്തിപൂർവം പത്രം, തുളസിയില, രാവിലെ തുളസിമാല കൊടുത്തതാണ് ഞാൻ. പത്രം, പുഷ്പം, ചെക്കി, താമര, അതൊക്കെ സമർപ്പിക്കുകയാണ്. ഫലം എന്തെങ്കിലും വല്ല കദളിപ്പഴവും ഒക്കെ വെച്ച് കൊടുക്കുക. തോയം പച്ചവെള്ളം. അങ്ങനെ അതൊക്കെ മനസ്സറിഞ്ഞിട്ടാണോ തരുന്നത്? അതാണ് ഇവൻ്റെ ഭാവം. അതാണ് ഭക്തിയിൽ ഭാവത്തിന് വലിയ പ്രാധാന്യമാണ്. ഭക്തിപൂർവ്വമാണോ നീ അതൊക്കെ എനിക്ക് സമർപ്പിക്കുന്നത്? ഞാനതൊക്കെ സ്വീകരിക്കും. എന്നിട്ടോ നിനക്കെന്താ വേണ്ട അതൊക്കെ അങ്ങ് തരും. എന്നാലല്ലേ നമുക്ക് ചിരിക്കാൻ പറ്റൂ. കീശയിൽ 10 പൈസ ഇല്ലെങ്കിൽ എങ്ങനെ ചിരിക്കാനാ? ചിരി നിൽക്കും, അത് യാതൊരു സംശയവും വിചാരിക്കണ്ട. ദരിദ്രന് ചിരിക്കാൻ പറ്റില്ല. സർവശൂന്യം ദരിദ്രത എന്നാണ്. അതാണ് ആ കുചേലനെ കുബേരനാക്കിയ കൃഷ്ണൻ. അതാണ് കൃഷ്ണൻ്റെ പ്രത്യേകതകൾ. നമ്മൾ ഒരുപാടുണ്ട്. അമ്മാവനെ ഭയങ്കര തോന്നിയവാസി ആയ അമ്മാവൻ, മഹാദുഷ്ടൻ കംസൻ എന്നുള്ള, അതിനുശേഷം ഒരു കുട്ടിക്കും ലോകത്തിലെവിടെയോ ഒരു യൂദാസ് എന്ന് ആർക്കും പേരിട്ടിട്ടില്ല, കംസ എന്നും പേരിട്ടിട്ടില്ല. നോക്കണം ഓരോരോ പേരിൻ്റെ. എൻ്റെ അറിവിലില്ല, ഇരട്ടപ്പേരായിട്ടുണ്ട്. എൻ്റെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കംസൻ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് അയാളെ കാണുമ്പോൾ ചിരി വരും. ആരും അയാൾക്ക് ഇരട്ടപ്പേരിട്ട് കൊടുത്തതാണ്. പക്ഷെ അയാൾ വെറും പാവമായിരുന്നു. ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിക്കും, ഈ മനുഷ്യനെ, പാവം മരിച്ചുപോയി, ഈ മനുഷ്യനെ ഈ പേരിട്ട് കൊടുത്ത ആരപ്പാ? ഇയാളെപ്പോലത്തെ ഒരു പാവം മനുഷ്യനില്ല. കംസൻ എന്നാ പേര്, ഇരട്ടപ്പേരാ. ഇതേപോലെ ഇരട്ടപ്പേരാർക്കും വരുമെന്നല്ലാതെ കംസൻ എന്നാർക്കും കുട്ടിക്ക് പേരിട്ടില്ല. അത്ര ദുഷ്ടതയല്ലേ കാണിച്ചത്. പുരാണത്തിലുള്ള കഥയാണെങ്കിലും 7 കുട്ടികളെയൊക്കെ കൊന്നിട്ട്, അരേ ദുരാചാര നൃശംസ കംസ, പരാക്രമം സ്ത്രീകളിലല്ല വേണ്ടു എന്ന് പറഞ്ഞിട്ട് ആകാശത്തേക്ക് ഉയർന്നു പോവല്ലേ ചെയ്തേ ഭഗവതി, മഹാമായ. ആ മഹാമായയെ തന്നെയാണ് ദേവി മഹാത്മ്യത്തിൽ വർണ്ണിക്കുന്നത്. മഹാമായ പ്രയച്ഛതി, ആ മഹാമായ. അപ്പോൾ അങ്ങനെ അന്ന് ആകാശത്തിലേക്ക് ഉയർന്നു പോയ മഹാമായ. കഥകൾ വെറുതെ ഒന്നല്ല ഉണ്ടാവുന്നത്. കഥകൾ, പുരാണ കഥകളിലുള്ള ഇത് അതിനെ കേൾക്കുമ്പോൾ എല്ലാം ചിരിയും തമാശയൊക്കെ ആയിരിക്കും. ഇവരെ ഒന്നിച്ചിട്ട് എന്തിനാണ് കിടത്തിയെന്ന് ജൻസി ചെറുപ്പക്കാർ ചോദിക്കുന്ന പോലെയാണ്. മാറ്റിക്കിടത്തിയാൽ പോരായിരുന്നോ? 2 ജയിലിലിട്ടാൽ പോരായിരുന്നോ പെങ്ങളി അളിയനെയും? എന്ത് പണിയാണ് കംസൻ ചെയ്തത്? ഏതായാലും ആ കംസനെ കൊന്ന ഭാവത്തിലുള്ള കൃഷ്ണനാണ് തൃച്ചംബരത്തുള്ളത്. നമ്മളെ നാട്ടിലുള്ള കൃഷ്ണനെയും കൂടി പറഞ്ഞിട്ട് വേണ്ടേ നിർത്താൻ. അതുകൊണ്ടാണ് ഭക്ഷണം കൊണ്ടേ അകത്ത് കയറിക്കൂടും എന്നാണ് പറയുന്നത്.
12 വയസ്സുള്ള വിശപ്പ് സഹിക്കാൻ കഴിയാതെ ബാലൻ, ആ ബാലനാണ് തൃച്ചംബരത്തെ കൃഷ്ണൻ. ആ തൃച്ചംബരത്ത് നമ്മൾ ഈ പൂജാരി അല്ലെങ്കിൽ പുരോഹിതൻ അല്ലെങ്കിൽ നമ്പൂതിരി പൂജ ചെയ്യാൻ വേണ്ടി കയറുമ്പോൾ ഭക്ഷണം കയ്യിൽ വേണമെന്നാണ്, വിശപ്പ് സഹിക്കാൻ കഴിയാതെ നിൽക്കുന്ന ഭാവമെന്നാണ്. ഗുരുവായൂരത്ത് പിന്നെ ഭാവം പറയാൻ ഞാനൊന്നും ശക്തനുമല്ല, അവിടെ പല ഭാവങ്ങളാണ്. ഏതായാലും ഇന്ന് ഭഗവാന്റെ ജന്മദിനമാണ്. ഈ ജന്മദിനത്തിന് ഞാൻ എല്ലാവർക്കും അഷ്ടമിരോഹിണി ആശംസകൾ നേരുകയാണ്. ഭഗവാൻ എന്നോട് പറഞ്ഞു, എനിക്ക് ഇതൊന്നും പറയാം, നീ നിൻ്റെ പ്രേക്ഷകരോട് എൻ്റെ പേരിൽ പറഞ്ഞോ എന്ന് പറഞ്ഞു. ഞാൻ രാവിലെ സമ്മതം മേടിച്ചു, ഞാൻ പറഞ്ഞോട്ടെ. പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു, എനിക്കതിനുള്ള അവകാശമുണ്ടെന്ന് പറഞ്ഞു, എൻ്റെ പേരിൽ പറഞ്ഞോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം പേരിലും ഭഗവാൻ കൃഷ്ണൻ്റെ പേരിലും നിങ്ങൾക്ക് ആശംസകൾ അർപ്പിക്കുന്നു. ജ്യോതിഷപരമായ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടവർക്ക് ഈ നമ്പറിൽ വിളിച്ച് എന്നെ ബന്ധപ്പെടാം. 9388504419. ഇത് ഓൺലൈനിൽ ഇതും ജ്യോതിഷഫലം അറിയേണ്ടവർക്കും ഈ നമ്പർ തന്നെയാണ് ഉപയോഗിക്കാൻ സാധിക്കുക. പിന്നെ അത് ദക്ഷിണ ഗൂഗിൾ പേ വഴി തന്നുകൊണ്ട് അങ്ങനെയും ചെയ്യാം. എല്ലാവർക്കും ഒന്നുകൂടി അഷ്ടമിരോഹിണി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.